ഹലോ ഹായ് റുസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട സമൂസ ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ട സമൂസ ഇവിടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 3 മുട്ടയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്ത് വെക്കണം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടായി കഴിയുമ്പോൾ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കാബേജ് ചെറുതായി നുറുക്കിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാബേജ് ഇല്ലാണ്ടെങ്കിൽ സമൂസയിൽ കുറച്ച് സവാള കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് ചേർത്താലും മതിയാവും കേട്ടോ. അതിലേക്ക് ഒരല്പം ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ പൊടികളുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉടച്ച ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിലൊക്കെ നല്ല രീതിയിലൊന്ന് മസാലയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമ്മളെ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ഇതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സമൂസ ഷീറ്റിൽ ഫില്ലിങ്സൊക്കെ നിറച്ചതൊന്ന് മടക്കിയെടുക്കാനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സമൂസ ഷീറ്റിൽ നിന്ന് ഫില്ലിങ്സൊക്കെ വെച്ച് മടക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ അവിടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് കുറച്ച് മൈദ ഇട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കാം. ഞാനിതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതുപോലെയാണ് മടക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഫില്ലിങ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൈദയുടെ മിക്സ് ഈ ഒരു സൈഡിലേക്കും കുറച്ചൊന്ന് പരട്ടി കൊടുത്തതിന് ശേഷം ഷീറ്റൊന്ന് നന്നായി ഇങ്ങോട്ട് വലിച്ച് മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് സമൂസ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായ സമയത്ത് നമുക്കിതുപോലെ ഓരോ സമൂസ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു 3 സമൂസ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവശം വെന്ത് കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് മേൽഭാഗം വേവിച്ചെടുക്കുക. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.